അനിൽ വാസുദേവ് തയ്യാറായിട്ടുണ്ട്. രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ നിന്നാണ് അനിൽ വാസുദേവ് വിവരങ്ങളുമായി ചേരുന്നത്. അനിൽ, ഈ ജയ്സാൽമീറിലെ ഇന്നലത്തെ രാത്രി എങ്ങനെയായിരുന്നു? റിജിത്ത്, ജയ്സാൽമീറിൽ ഇന്നലെ പ്രിക്കോഷൻസിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചത്. ഇവിടെ മാത്രമല്ല, ബ്രാമറിലും ഒപ്പം തന്നെ ജോധ്പൂർ അടക്കമുള്ള പ്രദേശങ്ങൾ, ഏതാണ്ട് രാജസ്ഥാന്റെ മിക്ക പ്രദേശങ്ങളിലും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ജയ്സാൽമീർപൂരിലെ പ്രശസ്തമായ കോട്ടയാണ്. ഇന്നലെയൊക്കെ തന്നെ വൈകുന്നേരമായപ്പോഴേക്കും ഈ സീസ് ഫയർ വന്നതോടുകൂടി വലിയ സന്തോഷത്തിൽ ആളുകൾ നിരത്തിലിറങ്ങിയതാണ്. പക്ഷേ തൊട്ട് പിന്നാലെ തന്നെ ഒരു 2-3 മണിക്കൂറിന് ശേഷം വീണ്ടും കാര്യങ്ങൾ മാറി മറിഞ്ഞു. ഈ വയലേഷൻ സംബന്ധിച്ച് ചില വാർത്തകളൊക്കെ തന്നെ വന്നത് പിന്നാലെ വീണ്ടും പോലീസ് എത്തി ഈ സ്ട്രീറ്റ് ലൈറ്റ്സ് ഓഫാക്കുകയും ഓരോ വീടുകൾ കയറി ഇറങ്ങി ലൈറ്റുകൾ ഓഫാക്കാനും ഒക്കെ തന്നെ പറഞ്ഞു. അങ്ങനെ ഒരു ബ്ലാക്ക് ഔട്ടിലേക്ക് പോവുകയാണ്. ഈ കാണുന്നതാണ് മനോഹരമായ ഈ ഒരു നഗരത്തിൻ്റെ ദൃശ്യങ്ങൾ. പക്ഷേ ഇവിടെ ഇപ്പോൾ പകുതി വീടുകളിലും ആളില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഉണ്ടായ ഈ ഡ്രോൺ ആക്രമണത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഭൂരിഭാഗം പേരെയും മാറ്റി. ഏതാനും കുറച്ച് പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ വൈകുന്നേരമായപ്പോൾ ഈ വീടുകളിൽ വിളക്കുകളൊക്കെ തന്നെ തെളിഞ്ഞതാണ്. പക്ഷേ അതിന് അധിക നേരത്തെ ആയുസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ ഓഫാക്കേണ്ട അവസ്ഥ വന്നു. ഇപ്പോൾ ഈ തെരുവുകൾ ഇപ്പോഴും ഏതാണ്ട് ഒരു നിശ്ചലമാണ്. 1-2 വാഹനങ്ങൾ അല്ലെങ്കിൽ ചില ബൈക്കുകൾ ഒഴിച്ച് ഒന്നും തന്നെ കാണുന്നില്ല. വീണ്ടും ഒരു ലോക്ക്ഡൗൺ സാഹചര്യം എന്താണോ അതുപോലെ തന്നെ ആയി മാറിയിട്ടുണ്ട്. ജയ്സാൽമീറിൽ ഇന്നലെ പ്രത്യേകിച്ച് അങ്ങനെ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തില്ല. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ഡ്രോൺ ആക്രമണം ഉണ്ടായതാണ്. പക്ഷേ ഇതുവരെ ഒന്നും തന്നെ ഇല്ല. ചില സമൂഹ മാധ്യമങ്ങളിൽ ചില പേജുകളിൽ ചില എയർ സ്ട്രൈക്സ് എന്നൊക്കെ തന്നെ, അല്ലെങ്കിൽ ഡ്രോൺ ആക്രമണം എന്നൊക്കെ തന്നെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ച് സർക്കാരിൻ്റെ നിന്ന് ഒരു ഒഫീഷ്യൽ അങ്ങനെ വിവരങ്ങളില്ല. ബ്രാമറിലാണ് ഇന്നലെ ഒരു എക്സ്പ്ലോഷൻ കേട്ടതായി ഇന്നലെ രാത്രി അങ്ങനെ ഒരു വാർത്തയുണ്ടായിരുന്നു. അത് സംബന്ധിച്ചും അവരുടെ സർക്കാരിൽ നിന്ന് ഒരു ഔദ്യോഗിക വിവരമുണ്ടായിരിക്കുന്നു. DD ന്യൂസാണ് ഈ ബ്രാമറിലെ എക്സ്പ്ലോഷനെ കുറിച്ചൊക്കെ തന്നെ പറഞ്ഞതുണ്ട്. പക്ഷേ അതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ വരേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇന്നലെ ഒരു കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ടിലേക്ക് പോയി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ ഈ ബ്രാമറിലും ജയ്സാൽമീറിലും എയർ സൈറൺ മുഴക്കി. ഇന്നലെ രാത്രിയിൽ എയർ സൈറൺ മുഴക്കുകയും ഒരു അപായ മുന്നറിയിപ്പ് അല്ലെങ്കിൽ ആ തരത്തിൽ നൽകുകയും ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ കരുതലിലാണ്. അങ്ങേയറ്റം ജാഗ്രത തന്നെ പുലർത്തുകയാണ്. ഇന്നലെ CMൻ്റെ ഒരു റിവ്യൂ മീറ്റിങ്ങിന് ശേഷമുള്ള ഒരു ട്വീറ്റ് കണ്ടിരുന്നു. അദ്ദേഹം പറയുന്നതും അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത്. എങ്ങനെയാണോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സംഘർഷങ്ങൾ കൂടുതൽ ശക്തമായിരുന്നത് എങ്ങനെയായിരുന്നോ അതേ സമാനമായ രീതിയിൽ ജാഗ്രത പുലർത്താൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു. എന്തായാലും ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ജനജീവിതം സാധാരണഗതിയിലേക്ക് വരേണ്ടിയിരിക്കുന്നു. അതിമനോഹരമായ ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് ഈ ജയ്സാൽമീർ. ഇവിടെയൊക്കെ തന്നെ സീസണിൻ്റെ അവസാന ഘട്ടമാണ്. ആളുകളൊക്കെ തന്നെ വലിയ രീതിയിൽ തിങ്ങി നിറയേണ്ട ഒരു സമയത്താണ്. പക്ഷേ അങ്ങേയറ്റം നിശ്ചലമായി കിടക്കുന്ന ഒരു ദുഃഖകരമായ കാഴ്ച എന്തായാലും കാണുന്ന റീജിത്ത്. ശരി, വെടിനിർത്തലിന് പിന്നാലെ രാജസ്ഥാനിലെ അതിർത്തികളും ഇന്നലെ ശാന്തമായിരുന്നു. ജയ്സാൽമീറിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു അനിൽ വാസുദേവ്. വിനീത VG തയ്യാറായിട്ടുണ്ട്, അമൃത്സറിൽ നിന്നാണ്. വിനീത, പഞ്ചാബ് അതിർത്തിയിലെ ഇന്നലെ രാത്രിക്കത്തെ സാഹചര്യം എങ്ങനെയായിരുന്നു വിനീത? TK, പഞ്ചാബിൽ വലിയൊരു ആശങ്കയിലേക്കടക്കം വളരെ പെട്ടെന്ന് മാറുന്നതാണ് നമുക്ക് ഇന്നലെ രാത്രി കാണാൻ കഴിഞ്ഞത്. ഒപ്പം തന്നെ ഇപ്പോഴും ഈ ഒരു ആശങ്ക തുടരുകയാണ്. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ അമൃത്സറിലാണ്. അമൃത്സറിൽ ഇന്ന് റെഡ് അലേർട്ട് തുടരുമെന്നാണ്, ഇപ്പോൾ അല്പസമയത്തിനകം റെഡ് അലേർട്ട് തുടരുമെന്നാണ് ജില്ലാ കളക്ടറിന്റെ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പല ഭാഗങ്ങളിലും സൈറൻ മുഴങ്ങുമെന്നൊരു നിർദ്ദേശം കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനമായും പറയേണ്ടത് ആളുകൾ വീടുകളിൽ തന്നെ തുടരണം എന്നുള്ളത് തന്നെയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിങ്ങൾ പരിഭ്രാന്തരാകരുത്, വീടിന് പുറത്തേക്ക് ഇറങ്ങരുത്, ബാൽക്കണിയിലോ ഒപ്പം തന്നെ ജനലുകൾക്ക് സമീപമോ നിൽക്കരുതെന്ന നിർദ്ദേശം കൂടി ഇപ്പോൾ ജില്ലാ കളക്ടർ നൽകിയിരിക്കുകയാണ്. പല മേഖലകളിലും ഇന്ന് പുലർച്ചയോടുകൂടി സൈറൻ മുഴങ്ങിയതായും ഒരു വിവരമുണ്ട്. ഇന്നലെയും ഈ സമാന രീതിയിൽ ഇവിടെ റെഡ് അലേർട്ടായിരുന്നു അമൃത്സറിൽ പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ പിന്നീട് സ്ഥിതിഗതികൾ പൂർണ്ണമായും ശാന്തമാകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഈ ഗോൾഡൻ ടെമ്പിളൊക്കെയുള്ള മേഖലകളിൽ കൂടുതലായി ടൂറിസ്റ്റുകളൊക്കെ എത്തുന്ന സമയമാണ്. അങ്ങനെ വലിയ കടകളൊക്കെ രാത്രി കാലങ്ങളിൽ തുടർന്ന് അങ്ങനെ അവർ വലിയൊരു ജനജീവിതം കൂടുതൽ വലിയൊരു പ്രതീക്ഷയിൽ അവർ കടകളൊക്കെ തുറന്ന് ജനജീവിതം കൂടുതലൊരു പൂർണ്ണ രീതിയിലേക്ക് വരുന്നതാണ് നമുക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിമിഷങ്ങൾക്കകം തന്നെ അത് പൂർണ്ണമായും മാറി മറയുന്നൊരു സ്ഥിതിയിലേക്ക് മാറി. വളരെ പെട്ടെന്ന് പിന്നീട് ഞാനിപ്പോൾ നിൽക്കുന്ന അമൃത്സറിലും പത്താൻകോട്ടിലും ജലന്ധറിലും അടക്കമുള്ള വിവിധ മേഖലകൾ ഇന്നലെ രാത്രിയോടുകൂടി പിന്നീട് ബ്ലാക്ക് ഔട്ടിലേക്ക് മാറിയിരുന്നു. അമൃത്സറിൽ ഇന്ന് പുലർച്ചെയാണ് വൈദ്യുതി ലഭിച്ചത്. അപ്പോഴും അവർ നിർദ്ദേശിക്കുന്നത് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകണ്ട എന്ന് കരുതിയത് കൊണ്ട് മാത്രമാണ് ഇന്ന് പുലർച്ചയോടുകൂടി വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നത്. പക്ഷേ ഇപ്പോഴും റെഡ് അലേർട്ട് അമൃത്സറിൽ തുടരുകയാണെന്നുള്ള
കാര്യം നിങ്ങൾ ഓർക്കണം. വീടിന് പുറത്തേക്ക് ഇറങ്ങരുത്, ജനലുകൾക്ക് സമീപമോ അല്ലെങ്കിൽ ബാൽക്കണിയിലേക്ക് പുറത്തോ ഇറങ്ങരുതെന്നൊരു നിർദ്ദേശം കൂടി നൽകിയിരിക്കുകയാണ്. ഇന്നലെ 10-12 ഡ്രോണുകൾ ഈ അമൃത്സർ മേഖല ലക്ഷ്യം വെച്ച് എത്തിയതായി ചില വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ കൂടി പശ്ചാത്തലത്തിൽ വലിയൊരു അലർട്ട് നിർദ്ദേശമാണ് ഈ ഘട്ടത്തിൽ അമൃത്സറിൽ നിന്ന് ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ശരി, വിനീത വിജി അമൃത്സറിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. അതിർത്തികൾ പൊതുവായി പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടുള്ള അതിർത്തികൾ നോക്കുമ്പോൾ പൊതുവായി എല്ലാം ശാന്തമാണ്. വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം അവിടെയുള്ള ജനങ്ങൾക്ക് ജീവിതം സാധാരണ നിലയിലേക്ക് എത്തുകയാണ്. ഡൽഹിയിൽ നിന്ന് അജീഷ് ജയകുമാർ കൂടി ചേരുന്നുണ്ട്. അജീഷ്, വെടിനിർത്തൽ യാഥാർത്ഥ്യമായിട്ടുണ്ട്. അതിർത്തിയിൽ അങ്ങനെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇന്നലെ രാത്രിയിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എങ്കിലും തിരക്കിട്ട ചർച്ചകൾ, കൂടിയാലോചനകൾ ഡൽഹിയിൽ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് അജീഷ് ജയകുമാർ? രജിത്ത്, എന്തായാലും കഴിഞ്ഞ ദിവസം വൈകുന്നേരം എല്ലാ സംഘർഷങ്ങൾക്കും ഒരു അയവ് വരുന്ന എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഇന്നലെ വൈകുന്നേരത്തോടെ വന്നുകൊണ്ടിരുന്നത്. പിന്നീട് അതിന് മണിക്കൂറുകൾ മാത്രമായിരുന്നു അതിന് ആശ്വാസം ഉണ്ടായിരുന്നത്. കാരണം രാത്രി 8:30 തന്നെ അതിർത്തി സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ പിന്നീട് ഡ്രോണിന്റെ ദൃശ്യങ്ങളൊക്കെ കാണുകയും വലിയ സ്ഫോടനത്തിന്റെ ശബ്ദം കേൾക്കുകയും ഒക്കെ ചെയ്തു. ആദ്യമൊക്കെ ഈ വിദേശകാര്യ മന്ത്രാലയവും പ്രതിരോധ മന്ത്രാലയവും ഒക്കെ കരുതിയിരുന്നത് ഈ സീസ് ഫയറിന്റെ ഓർഡർ, അതൊരു ടെലിഫോൺ സംഭാഷണത്തിലൂടെ ഉണ്ടാക്കിയ ഒരു ഓർഡർ ആണെങ്കിൽ പോലും, ഒരു ധാരണയാണെങ്കിൽ പോലും അതെല്ലാം പാകിസ്ഥാന്റെ ഈ അതിർത്തി പ്രദേശങ്ങളിലുള്ള ഒരു കമാൻഡിലേക്ക് എത്താൻ അത് വൈകി എന്നുള്ളൊരു തോന്നലായിരുന്നു ആദ്യം അങ്ങനെയാണ് കരുതിയിരുന്നത്. പിന്നീടാണ് അത് അങ്ങനെയല്ല, അത് മറ്റൊരു രീതിയിൽ ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നു, അല്ലെങ്കിൽ മറ്റൊരു രീതിയിലാണ് ഈ ആക്രമണം നടത്തിയത്, കരുതിക്കൂട്ടിയുള്ള ഒരു ആക്രമണമാണെന്ന് മനസ്സിലാക്കുന്നത്. പിന്നീട് രാത്രിയോടെ വിദേശകാര്യ സെക്രട്ടറി തന്നെ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണവും നടത്തിയത്, ഒരു സീസ് ഫയർ ലംഘനമാണ് എന്നുള്ളൊരു സ്ഥിരീകരണവും നടത്തിയത്. മാത്രമല്ല ഇന്നലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അടക്കം പ്രധാനമന്ത്രിയെ കണ്ട് ഇന്നലെ രാത്രിയിലത്തെ സ്ഥിതിഗതികൾ വിശദീകരിച്ചു. മാത്രമല്ല ഈ അതിർത്തി BSF-നടക്കം സേനകൾക്കടക്കം ശക്തമായ തിരിച്ചടി നൽകാൻ പൂർണ്ണമായ സ്വാതന്ത്ര്യവും നൽകുകയും ചെയ്തു. അങ്ങനെയാണ് ഇന്നലെ പാകിസ്ഥാന്റെ ഈ പ്രകോപനത്തിന് ശക്തമായ മറുപടി കൊടുത്തത്. മാത്രമല്ല ഇന്ത്യ ശക്തമായ ഒരു മുന്നറിയിപ്പ് കൂടി പാകിസ്ഥാന് നൽകിയിരുന്നു. കാരണം നിങ്ങളുടെ ഈ നടപടി, സീസ് ഫയറിന്റെ ധാരണാ ലംഘനം, അത് ഒരു വെല്ലുവിളിയായി കാണുന്നത് കൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഏത് നടപടിയും അത് ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്നുള്ളൊരു പ്രതികരണമായിരുന്നു വിദേശകാര്യ സെക്രട്ടറി അടക്കം നടത്തിയിരുന്നത്. മാത്രമല്ല പാകിസ്ഥാന്റെ ഈ സമീപനം പാകിസ്ഥാൻ ഭരണകൂടം തന്നെ നിയന്ത്രിക്കണം, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ആർമി തന്നെ നിയന്ത്രിക്കണം, സംയമനം പാലിക്കണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷേ അതിനുശേഷം പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഒരു പ്രതികരണം വന്നത് ഈ സീസ്ഫെയർ വയലേഷനെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയാണ് നടത്തുന്നത് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു അദ്ദേഹം നടത്തിയത്. മറ്റു കൂടുതൽ പ്രതികരണമൊന്നും നടത്താതെ ഈ സീസ്ഫെയർ ധാരണ ഉണ്ടാക്കാൻ വേണ്ടി സഹായിച്ച രാജ്യങ്ങൾക്ക് നന്ദി പറഞ്ഞ് അദ്ദേഹം അവസാനിപ്പിക്കുകയും ചെയ്തു. പിന്നീട് രാത്രിയിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഇന്ത്യ അത് അങ്ങനെ തന്നെ തുടരുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ സജ്ജമായിരിക്കാനാണ് സേനകൾക്ക് നിർദ്ദേശം നൽകിയത്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും രീതിയിൽ ഒരു പ്രകോപനം ഉണ്ടായാൽ ശക്തമായ തിരിച്ചടി അതേ നാണയത്തിൽ തന്നെ കൊടുക്കാൻ തന്നെയാണ് സേനകൾക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം. എന്തായാലും പാകിസ്ഥാൻ വിദേശകാര്യ വക്താവിന്റെ ഒരു പ്രതികരണമാണ് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ വരുന്നത്. എന്തായാലും സേനകൾ സംയമനം പാലിക്കണം, രണ്ട് വിഭാഗങ്ങളിലെ സേനകൾ സംയമനം പാലിക്കണം. എന്തായാലും കരാർ ലംഘനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പരിശോധിക്കുമെന്നും അത് സംസാരിച്ച് പരിഹരിക്കുമെന്നുമാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണമായി വരുന്നത്. ശരി, അതിർത്തികൾ പൊതുവെ ശാന്തമാണെങ്കിലും അതിർത്തികളിൽ ജാഗ്രത തുടരും, നിരീക്ഷണം തുടരും. ഡൽഹിയിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തലുകൾ ഉണ്ടാകുന്നു, കൂടിയാലോചനകളൊക്കെ ഉണ്ടാവുന്നു.